സർഗാത്മക രചന പലപ്പോഴും എഴുത്തുകാരുടെ ആത്മാവിഷ്കാരമോ എഴുത്തുകാരുടെ ജീവിത അനുഭവങ്ങളുടെ അവതരണമോ മൗലികമായ ചിന്തകൾ, ദർശനങ്ങൾ എന്നിവയുടെയൊക്കെ പകർച്ചയോ ആകാം. ചില എഴുത്തുകാർക്ക് ഇവയെല്ലാം കൂടിയുമാകാം. ഓച്ചിറ മടത്തിൽക്കാരായ്മ സ്വദേശിയായ പ്രശസ്ത സാഹിത്യകാരൻ എം മുഹമ്മദ് തന്റെ സൃഷ്ടികളിൽ ആത്മാംശത്തിന്റെയും കാഴ്ചപ്പാടുകളുടെയും നിലപാടുകളുടെയും സമന്വയം കൊണ്ടുള്ള സൗന്ദര്യശാസ്ത്രം നിലനിർത്തുന്നയാളാണ്. മലയാളത്തിലെ പ്രമുഖ പ്രവാസി എഴുത്തുകാരൻ കൂടിയാണ് മുഹമ്മദ്. എഴുത്ത് ഒരേ സമയം എഴുത്തുകാരന്റെ ആത്മാവിഷ്കാരമോ അദ്ദേഹത്തിന്റെ നിലപാടുകളുടെയും കാഴ്ചപ്പാടുകളുടെയും ചിന്തകളുടെയും പകർന്നു തരലോ ആയി മാറുമ്പോൾ അതിൽ ജീവൻ തുടിക്കും. കഥകളിലും നോവലിലുമൊക്കെ കാൽപ്പനികതയുടെ അംശം ചേർത്തും ഭാവനയുടെ നിർമ്മിതി സ്വാതന്ത്ര്യം വിനിയോഗിച്ചും സൃഷ്ടിക്കപ്പെടുന്ന കഥാപാത്രങ്ങളിലൂടെ തനിക്ക് പറയാനുള്ളത് പറയുന്ന എഴുത്തുകാരൻ സർഗപ്രക്രിയയെ ആത്മാവിഷ്കാരത്തിനുള്ള പ്രവർത്തനമായി മാത്രമല്ല, സമൂഹത്തിന്റെ നവീകരണത്തിനുള്ള ദൗത്യമായി കൂടെ കാണുന്നു. അത്തരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ സാഹിത്യ പ്രവർത്തനം നടത്തി മലയാള നാടിന്റെ മുഴുവൻ ശ്രദ്ധ നേടിയ ആളാണ് പ്രശസ്ത നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ഓച്ചിറ മടത്തിൽക്കാരായ്മ ഗസലിൽ എം മുഹമ്മദ്. തന്റെ സൃഷ്ടികളിൽ ആത്മാംശത്തിന്റെയും കാഴ്ചപ്പാടുകളുടെയും നിലപാടുകളുടെയും സമന്വയം കൊണ്ടുള്ള സൗന്ദര്യശാസ്ത്രം നിലനിർത്തുന്ന മുഹമ്മദ് മലയാളത്തിലെ പ്രമുഖനായ പ്രവാസി എഴുത്തുകാരൻ കൂടിയാണ്. ഏറെ വായിക്കപ്പെട്ട നിരവധി സൃഷ്ടികൾ എം മുഹമ്മദിന്റേതായുണ്ട്. 21 പുസ്തകങ്ങളാണ് ഇദ്ദേഹം രചിച്ച് പുറത്തിറക്കിയിട്ടുള്ളത്. നോവലുകൾ, ചെറുകഥാ സമാഹാരങ്ങൾ, ലേഖന സമാഹാരങ്ങൾ എന്നിവ ഈ ശേഖരത്തിലുണ്ട്. മനുഷ്യജീവിതത്തിന്റെ സാരാംശങ്ങൾ, പ്രകൃതി, മനോഭാവങ്ങൾ, ജീവനത്തിന്റെയും അതിജീവനത്തിന്റെയും അനുഭവ സാക്ഷ്യങ്ങൾ തുടങ്ങിയവയൊക്കെ സൃഷ്ടികളിൽ പ്രതിപാദിക്കാൻ മുഹമ്മദിലെ എഴുത്തുകാരൻ ബദ്ധശ്രദ്ധനാണ്. മരുഭൂമിയിലെ പക്ഷി, നിഴൽ നിലങ്ങൾ, സഹറ, കന്യാ കാശ്മീർ, തഴ എന്നീ നോവലുകൾ വായനക്കാരന്റെ മുക്തകണ്ഠമായ പ്രശംസ നേടിയവയാണ്. ഇതിൽ സഹറ പറയുന്നത് അറബ് ജീവിതത്തിന്റെ നേരനുഭവങ്ങളാണ്. സംഘർഷഭൂമിയായ കാശ്മീരിൽ നിന്നും സംരക്ഷണത്തിന്റെ തണൽ തേടി കേരളത്തിലേക്ക് എത്തുന്ന യുവതിയെ അവതരിപ്പിച്ച് 2010 എഴുതിയ കന്യാ കാശ്മീർ പ്രമേയം കൊണ്ട് ഇപ്പോഴും പ്രസക്തമാണ്. എൻ്റെ ഏതൊരു സൃഷ്ടി പരിശോധിച്ച് നോക്കിയാൽ എവിടെങ്കിലും ഞാനുള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആ എഴുത്തിന് കൂടുതൽ ആധികാരികതയും കാലഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള ഒരു സാധ്യതയും ലഭിക്കുന്നത്. ഈ മരുഭൂമിയിലെ പക്ഷി ആ കരുനാഗപ്പള്ളിയിൽ വെച്ചിട്ടുള്ള പ്രകാശനത്തിൽ പങ്കെടുത്തത് സക്കറിയായും പെരുമ്പടവൻ ശ്രീധരനുമാണ്. അപ്പം അന്ന് ആ 2 പ്രമുഖരായ എഴുത്തുകാർ ആ ചടങ്ങിൽ പറഞ്ഞത് ഈ നോവല് ജീവിക്കുന്ന നോവലാണെന്ന്. ഇതിനകത്ത് മനുഷ്യൻ്റെ ജീവിതമുണ്ട്. ആ ജീവിതമുള്ളത് കൊണ്ട് എക്കാലത്തെയും അതിജീവിച്ചത് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ലൈഫുള്ളതായിരിക്കണം നമ്മൾ എഴുതുന്നത്. ഒരു എന്താ പറയുക, ഒരു ശവാവസ്ഥയിലുള്ള ഒന്നിനെക്കുറിച്ച് എഴുതിയിട്ട് കാര്യമില്ല. നമ്മുടെ എഴുത്തിന് അതിൻ്റേതായ ജീവൻ ഉണ്ടാകണം, ജീവിതം ഉണ്ടാകണം. ഓണാട്ടുകരയുടെ തനത് ഗ്രാമീണ ജീവിതം അടയാളപ്പെടുത്തിയതായിരുന്നു തഴ എന്ന നോവൽ. കൈതോലയിൽ നിന്നുള്ള തഴപ്പായുടെ നിർമ്മിതിക്ക് പേരുകേട്ട തഴവ ഗ്രാമം തഴയിൽ നിഴലിച്ചു നിൽക്കുന്നുണ്ട്. വെള്ളിമേഘങ്ങളിൽ ഒരു തൂവൽ കൊഴിയുന്നു, തകഴിയിലെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി ഒഴുകി ഒരു മനസ്സ്, രാമൻ അലിയാർ, എം മുഹമ്മദിന്റെ തെരഞ്ഞെടുത്ത കഥകൾ, റോബസ്റ്റ എന്നിവ ചെറുകഥകളും കഥാസമാഹാരങ്ങളുമാണ്. ഇതിൽ തകഴിയിലെ വെള്ളപ്പൊക്കം വിശ്വസാഹിത്യകാരൻ സാക്ഷാൽ തകഴി ശിവശങ്കരപ്പിള്ളയ്ക്കുള്ള സമർപ്പണം എന്ന നിലയ്ക്കാണ് ശ്രദ്ധേയമായത്. മുഹമ്മദിന്റെ ബാല്യത്തിലെ ഒരു നല്ല അളവ് ചെലവഴിച്ചത് തകഴി ഗ്രാമത്തിലാണ്. അക്കാലത്തെ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നവും സജീവവുമാണ് ഈ കഥ. നേർമുഖം, ഞാനറിഞ്ഞ ടി പത്മനാഭൻ എന്നീ ലേഖന സമാഹാരങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. ഇതിൽ ഞാനറിഞ്ഞ ടി പത്മനാഭൻ അടുത്ത കാലത്താണ് പുറത്തിറക്കിയത്. ആധുനിക മലയാള സാഹിത്യ മേഖലയുടെ നായകസ്ഥാനത്തുള്ള ടി പത്മനാഭനുമായി വലിയ അടുപ്പമുള്ളയാളാണ് എം മുഹമ്മദ്. ഈ അടുപ്പത്തെക്കുറിച്ചുള്ള കൃതിയാണ് ഞാനറിഞ്ഞ ടി പത്മനാഭൻ. ഞാനും പത്മനാഭനുമായിട്ടുള്ള ബന്ധം 1995 ആരംഭിക്കുന്നത്. അന്ന് ഞങ്ങൾ തമ്മിൽ ആരംഭിച്ച ബന്ധം ഇന്നും അനസ്യൂതം തുടരുകയാണ്. ആ ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യ ബന്ധം മാത്രമല്ല, കുടുംബ ബന്ധം, മറ്റെല്ലാ തരത്തിലുള്ള എല്ലാ വൈകാരിക ബന്ധങ്ങളും ഞങ്ങൾ തമ്മിലുണ്ട്. അത്തരത്തിൽ അത് അന്ന് മുതൽ ആ ഉള്ള അനുഭവങ്ങൾ വെച്ചിട്ടൊരു പുസ്തകം എഴുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമായി അത് മാറി. ആ പുസ്തകത്തിൻ്റെ ഉള്ള ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് ടി പത്മനാഭൻ എന്ന് പറയുന്ന ഒരു വലിയ ബിംബത്തെ മനുഷ്യർ, വായനക്കാരും എഴുത്തുകാരും ധരിച്ചതിനപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്താണെന്ന് എക്സ്പോസ് ചെയ്യാനുള്ള ഒരു പരിശ്രമം ഞാൻ നടത്തി.
അതൊരു പക്ഷേ ചുരുക്കി പറഞ്ഞാൽ ടി പത്മനാഭൻ പോലും പ്രതീക്ഷിച്ചതിനപ്പുറമായി അത് വിജയിച്ചു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ബന്ധപ്പെടുന്ന മേഖലകളിൽ അദ്ദേഹം പോകുന്നിടത്ത് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തിനൊപ്പം നമുക്കൊരു സ്ഥാനം അവിടെ വാങ്ങിത്തരാൻ അദ്ദേഹം പരിശ്രമിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിയ വലിപ്പം. പ്രവാസ ജീവിതകാലത്താണ് മുഹമ്മദിലെ സാഹിത്യകാരൻ ഏറെ സജീവമായത്. 3.5 പതിറ്റാണ്ടിലേറെ അബുദാബിയിലായിരുന്ന ഇദ്ദേഹം ഗൾഫ് പൈപ്പിംഗ് കമ്പനിയിൽ സീനിയർ അക്കൗണ്ടന്റ് ആയിരുന്നു. 2017 നാട്ടിലെത്തി. ഗൾഫ് ജീവിതകാലത്ത് അവിടുത്തെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ നേതൃസ്ഥാനത്തുണ്ടായിരുന്നു. അബുദാബി മലയാളി സമാജം ജനറൽ സെക്രട്ടറി, അബുദാബി അരങ്ങ് സാംസ്കാരിക വേദി പ്രസിഡന്റ് എന്നീ നിലകളിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചു. കേരളത്തിൽ നിന്നും സാഹിത്യകാരന്മാരെ ക്ഷണിച്ചു വരുത്തി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്നും പ്രവർത്തിച്ചു. പ്രവാസ സാഹിത്യ പ്രവർത്തനത്തിലെ വിവിധ പ്രവണതകളെക്കുറിച്ച് കൃത്യമായ നിലപാട് ഇദ്ദേഹത്തിനുണ്ട്. നമുക്ക് നമ്മളുടേതായ ഒരു ധാരണയുണ്ടെങ്കിൽ എഴുത്തിൽ നമ്മൾ എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, ഏത് തരത്തിൽ ഇതിനെ വികസിപ്പിക്കണം എന്ന് നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ അത് വായനക്കാരന് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു സാഹിത്യ സൃഷ്ടിയായി മാറുമെന്നുള്ളതിന് സംശയം. ഏതൊന്നിലും പുതുമ തിരയുന്ന ഒരു മനസ്സ് എഴുത്തുകാരനും വായനക്കാരനുമുള്ള ഒരു കാലഘട്ടം. ഓരോന്നിലും ഓരോ പരീക്ഷണങ്ങളും നടത്തി അവ്യക്തതകൾ ഉണ്ടാക്കിക്കൊണ്ട് വായനക്കാരനെ എങ്ങുമില്ലാത്ത ഒരവസ്ഥ കൊണ്ട് നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഒരുപാട് എഴുത്തുകാരുണ്ട്. വായനക്കാരനെ മുന്നിൽ കണ്ട് എഴുതുന്ന എഴുത്തുകാരന് മാത്രമേ അസ്തിത്വം ഉണ്ടാവുള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. മഠത്തിൽ കാരായ്മ മഠത്തിൽ പടിയിട്ടതിൽ അബ്ദുൾ റഹ്മാൻ കുഞ്ഞ്, സൈനബ കുഞ്ഞ് ദമ്പതികളുടെ മകനായി പിറന്ന മുഹമ്മദിന് ചെറുപ്പത്തിലെ തന്നെ നല്ല വായനശീലം ഉണ്ടായിരുന്നു. തകഴി LPS, ഇലിപ്പക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ, കായംകുളം MSM കോളേജ്, പത്തനംതിട്ട കാത്തലിക്കേറ്റ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. ഇക്കാലത്ത് തന്നെ കഥാരചനയിൽ ശ്രദ്ധ പുലർത്തി. സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തു. സാഹിത്യ മേഖലയിൽ സജീവമായത് റേഡിയോ നാടകങ്ങളും നിരവധി പ്രൊഫഷണൽ നാടകങ്ങളും രചിച്ചുകൊണ്ടാണ്. പിന്നീട് കഥാ നോവൽ മേഖലകളിലേക്ക് കടന്നു. 1981 അബുദാബിയിലേക്ക് ജോലിക്കായി പോയി. തൊഴിലിടത്ത് ഇടവേളകളിൽ സാഹിത്യരചന നടത്താൻ അവസരം ലഭിച്ചതോടെ എഴുത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു. തുടർന്ന് പുസ്തകങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നു. അന്നു തൊട്ട് ഇന്നുവരെയും മലയാളത്തിലെ പ്രമുഖ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ കഥയും നോവലും ലേഖനങ്ങളും മുഹമ്മദ് എഴുതുന്നുണ്ട്. ഞാൻ 81 അവിടെ എത്തുമ്പോൾ മലയാളത്തിലെ പ്രഗത്ഭരായ പല എഴുത്തുകാരും ഒന്ന് ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. TV കൊച്ചുബാവ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ എണ്ണപ്പെട്ട എഴുത്തുകാരനാണ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ള, അദ്ദേഹം സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയാണ്. അങ്ങനെയൊക്കെയുള്ള പ്രമുഖരായ എഴുത്തുകാരൊക്കെ ഉണ്ട് അവിടെ. അവരുടെ കൂട്ടത്തിലാണ് ഞാനും എഴുതി തുടങ്ങിയത്. നമുക്ക് എഴുതാനും എഴുതുന്നത് നല്ല രീതിയിൽ വായനക്കാരിൽ എത്തിക്കാനുമുള്ള അവസരം ഗൾഫിൽ കിട്ടി. അബുദാബി മലയാളി സമാജം എന്ന് പറയുന്ന ലോകോത്തരമായ ഒരു സംഘടന, ആ സംഘടനയുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അരങ്ങ് സാംസ്കാരിക വേദി എന്ന് പറഞ്ഞുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുകയും അതിൻ്റെ അമരക്കാരനായി വളരെ കാലം കഴിയാനും അതൊക്കെ തന്നെ നമ്മുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായകമായി എന്നുള്ളതാണ്. സാഹിത്യ സാംസ്കാരിക മേഖലയിലെ മികവിന് നിരവധി പുരസ്കാരങ്ങൾ മുഹമ്മദിന് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ പ്രവാസി സാഹിത്യ പുരസ്കാരം ഇദ്ദേഹത്തിനായിരുന്നു. ഡോക്ടർ UR അനന്തമൂർത്തി സ്മാരക അവാർഡ്, കോവിലൻ സ്മാരക അവാർഡ്, അബുദാബി മലയാളി സമാജം സാഹിത്യ അവാർഡ്, മഠത്തിൽ വാസുദേവൻ പിള്ള സ്മാരക അവാർഡ്, പ്രവാസി മലയാളി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ തകഴി സ്മാരക അവാർഡ്, അറേബ്യ അക്ഷരശ്രീ പുരസ്കാരം, പ്രവാസി ബുക്കിസ്റ്റ് നോവൽ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ സാംസ്കാരിക സമ്മേളനങ്ങളിൽ പ്രധാന സാന്നിധ്യമാണ് ഇദ്ദേഹം. ചരിത്രം മുഴുവൻ അപരവൽക്കരിക്കപ്പെടുന്നു, അത് മുഴുവൻ മാറ്റിമറിക്കപ്പെടുന്നു, യാഥാർത്ഥ്യങ്ങൾ മാറ്റിമറിക്കപ്പെടുന്നു. കലാകാരനെയും എഴുത്തുകാരനെയും സ്വന്തം വരുതിയിൽ നിർത്താൻ ഭരണാധികാരികൾ ശ്രമിക്കുന്നു. ഒരു സമൂഹത്തെ നമുക്ക് നേർവഴിക്ക് പോകണമെങ്കിൽ ഒന്നായ കൂട്ടായ ഒരു നിലപാടെടുക്കാൻ
ബൗദ്ധിക തലത്തിലുള്ള മനുഷ്യർക്ക് കഴിയണം. അവിടെ ഭിന്നിപ്പുണ്ടാക്കിയാണ് ആദ്യം ഒരു ഫാസിസം വളരാൻ ശ്രമിക്കുന്നത്. അതാണിന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത്. എഴുത്തുകാരുടെ തലത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ചിന്തകന്മാരുടെ തലത്തിൽ നിന്നും എല്ലാ തലത്തിൽ നിന്നും ഒരു പ്രതിരോധം ഒഴിച്ചുകൂടാനാകാത്ത ഒരു അപകട സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഭാര്യ നീന, മക്കൾ നസീബ്, നബീൽ എന്നിവരടങ്ങുന്ന കുടുംബം വലിയ പിന്തുണയാണ് AM മുഹമ്മദിന് നൽകി വരുന്നത്.